എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഹലോ പറയും. ഇന്ന് നല്ല വെയിൽ ഉദിച്ച ദിവസമാണ് കേട്ടോ. ഇപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഈ ആഴ്ച മഴ, തണുപ്പ്, പിന്നെ ഇങ്ങനെ വീണ്ടും മൂടി പിടിച്ചൊരു കാലാവസ്ഥയിലോട്ട് പോയി. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒന്നിനും ഒരു ഉഷാറുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല വെയിൽ ഉദിച്ച് നല്ല ദിവസം, ഇപ്പം തണുപ്പുണ്ടായാലും കുഴപ്പമില്ല, വെയിലുള്ള ദിവസം, നല്ല വെളിച്ചമുള്ള ദിവസങ്ങളാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. ആ ദിവസങ്ങളിലായിരിക്കും ഞാൻ ഉഷാറായിരിക്കുക. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിവിടെ ഉള്ളവർക്കും ഇങ്ങനെയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഒന്നിനും ഒരു ഉഷാറുണ്ടായിരിക്കില്ല, ഭയങ്കര ദേഷ്യമായിരിക്കും, അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ വിറ്റമിൻ ഡി ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു മടുപ്പായിരിക്കും. പരമാവധി ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ നോക്കും, എങ്കിലും മൊത്തത്തിലൊരു സുഖം ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇസാക്കിന് വെയിൽ കണ്ണിലേക്ക് അടിച്ചിട്ട് നോക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ആ സൗണ്ട് മോളിൽ നിന്നാണ് കേട്ടോ. മോളിൽ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കറന്നുള്ള സൗണ്ട് ഉണ്ട് കേട്ടാ. ഹലോ പറയേ. ഇസാക്കിന്റെ ചേച്ചിയോ? ചേച്ചി അപ്പിടാൻ പോയാ? ചേച്ചി കീറ്റാ പോയിന്ന് പറയും. ഡേ കെയർ പോയിന്ന് പറയും. ടാറ്റ പോയിന്ന് പറയും. ടാറ്റ പോയി. ആ അപ്പ എവിടെ? അപ്പ അപ്പിയല്ല, അപ്പ ടാറ്റ പോയി. ടാറ്റ 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 പോയി. ടാറ്റ പോയി പറയേ. ടാറ്റ പോയി. നീ ഒരു പാട്ട് പാടുന്നത് ടാറ്റ പോയിന്ന് പറയും. ലിവിങ് റൂമിന്റെ ഈ ഒരു സൈഡിലോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എസ്തറ്റിക് വൈബാണ് കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് അടിയിലോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരപ്പറമ്പിലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം എല്ലാ സാധനങ്ങളും അടിച്ച് പുറത്താക്കി വലിച്ചു വാരിട്ടേക്കാണ്. അപ്പം ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ഇത് രണ്ടും ഇവരുടെ ബോൺ ഹെയർ ആണ് കേട്ടോ. ബോൺ ഹെയർ ഇസാക്കിൻ്റെ ബോൺ ഹെയർ ആണ്. യെസുവിൻ്റെ ഒരു 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉള്ളൊരു ഹെയർ ആണ് കേട്ടോ. ഒറിജിനൽ ഹെയർ ആണ്. അപ്പോൾ നമ്മൾ ലിവിങ് റൂമൊക്കെ ഒതുക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ക്ലീൻ ചെയ്തത്. അത് കഴിഞ്ഞ് അവനോട് ഒളിച്ച് പ്രാന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിവിങ് റൂം കഴിഞ്ഞു. ഇനി അടുത്തത് കിച്ചണാണ്. കിച്ചണിൻ്റെയും അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു. കുക്ക് ടോപ്പൊക്കെ ആകെ വൃത്തികേടായിരുന്നു. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഉണ്ട വരെ നമ്മുടെ അടുക്കളയിലാണ് കിടന്നിരുന്നത്. പിന്നെ അടിയിൽ കുറച്ച് അപ്പും ചവറൊക്കെ കിടക്കുന്നുണ്ട്. മുട്ടയുടെ കവറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഇസാക്ക് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്ത് അത്യാവശ്യം കഴിഞ്ഞിട്ടത്. ഇപ്പോൾ നമ്മുടെ വാഷ് ബേസിനിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കുക്ക് ഡോറൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. പിന്നെ അടിയിൽ കുറച്ച് അപ്പും ചവറൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇനി എനിക്കെടുത്ത് മാറ്റണം. എന്നിട്ട് വേണം എനിക്ക് റോബോട്ടിനെ മുന്നോട്ട് വിടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആളതൊന്നും എടുക്കില്ല. വേറൊരാൾ ഇവിടെ കിടന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ടിഷ്യൂ ഈ ഒരു ചെയർ തുടയ്ക്കാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. പക്ഷെ അവൻ അടിയിലാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മെയിൻ പരിപാടി അതിനെ പോയി ശല്യം ചെയ്യുക. അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക, അതിനെ തടസ്സമായിട്ട് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കയറ്റി വെക്കുക. ഇതൊക്കെയാണ് ഇവൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഇറങ്ങ്. അപ്പോൾ എനിക്കിവിടെ ഡീഹ്യൂമിഡിഫയർ ഉണ്ട്. അപ്പോൾ ഇതിലത്തെ വെള്ളം കളയണം. അതായത് തുണികൾ കഴുകിയിട്ടിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ട് ഞാൻ ഈ ഡീഹ്യൂമിഡിഫയർ ഓണാക്കിയിട്ട് വെക്കും. അപ്പോൾ നമുക്ക് ഇന്നലെയോ മിന്നാന്നോ ഞാൻ കഴുകിയിട്ട തുണികളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്തതാണ് കേട്ടത്. ഇപ്പം നമുക്ക് നാട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണികൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുപോയി ഇടാം. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. ഇപ്പോൾ വീട്ടിലെ ഗാർഡൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ബാൽക്കണി ഉള്ളവർക്കൊക്കെ ഇത് പറ്റും. വെയിലുള്ള ദിവസങ്ങളിൽ സ്റ്റാൻഡ് പുറത്തോട്ടിറക്കി വെച്ചാൽ മതി. പക്ഷെ നമുക്ക് ബാൽക്കണിയോ ഗാർഡനോ ഒന്നും ഇല്ല. അപ്പോൾ വീടിനകത്ത് തന്നെയാണ് ഇത് വെക്കുന്നത്. നമ്മൾ ജനലും വാതിലൊക്കെ തുറന്നിടാറുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുണിയിൽ നിന്ന് പോകുന്ന വെള്ളം ഫുള്ള് ചുമരുമ്മിക്ക് അങ്ങോട്ടൊന്നും പോവാതെ ഇതിൻ്റെ ഉള്ളിൽ കളക്ട് ആവും. അപ്പോൾ ഈ പൂപ്പൽ വരുന്നതൊക്കെ തടയും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റർ സീസണിൽ ഭയങ്കര ശല്യമാണ് ഈ പൂപ്പലിൻ്റെ പ്രശ്നം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂപ്പൽ വന്ന് നമുക്കത് വീട് ഒഴിയണ സമയത്ത് ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. 1 വർഷത്തോളമായിട്ട്
ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഈ ഫ്ലോറിലാണ് ഇതിരിക്കുന്നത്. ഇതുവരെ അവിടെ പൂപ്പിലൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല ഒരു ഐറ്റമാണ്. അപ്പം ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് കോഫി കുടിക്കുന്ന സമയത്തോ ഇപ്പം മിക്കതും മെസ്സുവിനെ ഡേ കെയറിലാക്കിയിട്ട് തിരിച്ച് വന്നിട്ടായിരിക്കും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുക ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് മെസ്സുവിൻ്റെ കൂടെ കഴിക്കൂട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ ഇവനെ അടുത്തേക്ക് ഇരുത്തും. ഒന്നെങ്കിൽ ഇവന് ഈ ഹൈ ചെയറിൽ ഇരുത്തും, അല്ലാന്നുണ്ടെങ്കിൽ അവനെ ആ റൂമിലാക്കിയിട്ട് ഞാൻ വാതിലടയ്ക്കും. കാരണം എനിക്കിത് മനസ്സമാധാനമായിട്ട് കഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ കസാരമ്മ കയറി മേശമ്മ കയറിക്ക് ഇങ്ങനെ എന്നെ ശല്യം ചെയ്ത് നിൽക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതിന് വേറെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ഈ ഹൈ ചെയറിൻ്റെ വില നമ്മൾ നാട്ടിൽ പോയപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇവനെ ഇങ്ങനെ ബെൽറ്റ് ഇട്ടിരുത്തേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ ഹൈ ചെയർ ഉള്ളത് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇപ്പോൾ ആ റൂമിലാക്കുകയാണെങ്കിൽ പോലും ആ റൂമിൽ അവൻ്റെ ഉള്ളത് ടോയ്സ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്തായാലും യശുവിനും ഇവനും ഞാൻ ആ റൂമിലാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ എൻ്റെ കാലിൻ്റെ ഇടയിൽ വന്നിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും സൈഡിലൊക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കാനോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴേക്കും ഇവരെ കാല് തട്ടി വീഴാനൊക്കെ പോവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് അവിടെ എത്തുന്നത്. അവർ പിന്നെ അവിടെ ഇരുന്ന് കളിച്ചോളും. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങൾ അങ്ങനെ നോക്ക്, നല്ലൊരു കാര്യമാണ് ഇത്. അപ്പം ഞങ്ങൾ ലഞ്ചിനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇസാക്കിനും യസൂനും എല്ലാ ദിവസമല്ല, ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ചോറാണ് കൊടുക്കാറ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പോലെ എപ്പോഴും ഇങ്ങനെ ദോശ ഇഡ്ഡലി അല്ലെങ്കിൽ നാട്ടിലത്തെ പോലെ എപ്പോഴും ചോറ് കറികൾ അങ്ങനെയല്ല കേട്ടോ ഇവിടെ വെച്ച് കഴിക്കാറ്. അപ്പോൾ നമുക്കിവിടെ അരി ഇതേപോലെ ഒരു പാക്കറ്റിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. പാർ ബോയിൽഡ് സ്പിറ്റ്സൻ റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. എൻ്റെ കുക്കർ നിങ്ങളിവിടെ കണ്ട, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഷ് വാഷറിൽ ഞാൻ പുതിയൊരു സോപ്പ് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷെ ആ സോപ്പ് കൊള്ളില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കോട്ടിങ് പോയിട്ട് ആകെ ഇപ്പോൾ വൃത്തികേടായി. അപ്പം ഇന്ന് ഓൾറെഡി ഞാൻ ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ ലഞ്ചിനായിട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് സോയാ സോസും കുരുമുളകും ചെറുനാരങ്ങ നീരും ഉപ്പൊക്കെയാണ്. പിന്നെ കുറച്ച് ക്യുമിൻ പൗഡറൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സാലഡിന് ചിക്കണതുണ്ട്. പിന്നെ നമുക്കത് ഇവിടെ നമ്മുടെ സ്പിനാച്ച് ചീര ഇതേപോലെ ഫ്രോസൺ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് ഇതാണ് കേട്ടോ ഇവർക്ക് കറി വയ്ക്കുന്നത്. ഇതും മുട്ടയും കൂടി കുത്തി പൊരിച്ചിട്ട് അതാണ് കറി കൊടുക്കുന്നത്. അപ്പോൾ അതെ, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ചീര ഇതേപോലെ ഓരോ കട്ടകളായിട്ട് ഇങ്ങനെ ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്രോസൺ ഫുഡാണെന്ന് വിചാരിച്ചിട്ട് അത് പൊട്ട ഫുഡാണ് എന്നല്ല കേട്ടോ. അതായത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അവരപ്പം തന്നെ അത് ഡീപ് ഫ്രീസ് ചെയ്യുന്നു. അപ്പം അതിൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രിസർവേറ്റീവ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രോസൺ ഫുഡ് മോശം ഫുഡല്ല, നമുക്ക് കഴിക്കാം. അതായത് നമ്മൾ അപ്പം തന്നെ ഫാമിൽ നിന്ന് വാങ്ങിച്ച് പൊട്ടിച്ച് കഴിക്കുന്ന ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. എങ്കിലും ഫ്രോസൺ ഫുഡ് നല്ല ഫുഡ് തന്നെയാണ്. ഇസാക്ക് എവിടെ ഇരിക്കുന്നത്? അപ്പോൾ അതെ, ചീര കണ്ട കുറച്ച് നേരം നമ്മളൊന്ന് പുറത്ത് വെച്ചപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറി ഇതേപോലെ ആയി തുടങ്ങിയിട്ടാ. വെള്ളമൊക്കെ കണ്ട പുറത്തൊക്കെ എടുക്കുന്നത്. അപ്പം ഇനി ഇത് കറി വയ്ക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഇസാക്ക് ഉറങ്ങിയിട്ടാ. ഞാൻ അവനെ ഉറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്ട്രോളറിലൊക്കെ എടുത്തും. എന്നിട്ട് ഞാനിപ്പോൾ ഡേ ടൈമിൽ അവൻ്റെ പാല് കൂടി നിർത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡേ ടൈമിലുള്ള പാല് കൂടി ഇപ്പോൾ രണ്ടാഴ്ചത്തോളമായി അവസാനിപ്പിച്ചിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പാല് ഫീഡിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് ഞാൻ അവൻ്റെ ശ്രദ്ധ മാറ്റിവിടും. എന്തെങ്കിലും അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ അവനെ കാണിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ കയ്യിൽ കുപ്പിപ്പാൽ വേറെ നമ്മൾ വാങ്ങിക്കുന്ന പാലുണ്ടല്ലോ, ആ പാല് കുപ്പിയിലാക്കിയിട്ട് അത് കുടിക്കാൻ കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഡേ ടൈമിലുള്ള ഫീഡിങ് നിർത്തി. അപ്പോൾ അവനെ ഞാൻ എന്നിട്ട് സാധാരണ ഞാൻ പാല് കുപ്പി ഞാൻ കയ്യിൽ കൊടുത്തിട്ട് സ്ട്രോളറിൽ ഇരുത്തിയിട്ട് സ്ട്രോളർ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഉറങ്ങും. അപ്പോൾ അവൻ്റെ അങ്ങനെ ഉറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ കിടന്ന് തന്നെയാണ് ഉറങ്ങുന്നത്. തണുപ്പൊന്നുമില്ല അവിടെ, അത് കാരണം അങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ ഇതിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ അവൻ സുഖമായിട്ട് കിടക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടിലിന് പകരം യൂസ് ചെയ്യാം. അത്രയ്ക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ചില കുട്ടികളൊന്നും ഇതിലേക്ക് എടുക്കാറില്ല, പക്ഷേ ഇവർ രണ്ടുപേരും ഇതിലേക്ക് എടുക്കാറുണ്ട്, അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇസാക്ക് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ എടുത്തു, അതുകൊണ്ടാണ് ഡ്രസ്സ് മാറിയിരിക്കുന്നത്. അപ്പോൾ ചീരയും മുട്ടയും ഞാൻ ഉപ്പേരി വെച്ചതും പിന്നെ ഇസാക്കിന് യോഗട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവൻ കഴിച്ചു തുടങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല കേട്ടോ.
ചീര വലിയ കാര്യമായിട്ട് തുടരുന്നില്ല. യോഗട്ട് മുട്ടിയിട്ടാണ് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന് വിശക്കുന്നില്ല കേട്ടോ. ഇവൻ കളിക്കാതിരിക്കുകയാണ്. എനിക്കിത് കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാറ്റും. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഇവൻ ചിലപ്പോൾ കരഞ്ഞു വരും. താങ്ക് യു. അപ്പം ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പുറത്തോട്ട് പോവാണ്. ഇപ്പോൾ 2 മണി ആയിട്ട് സമയം. യേസുവിനെ നമുക്ക് ടേക്കറിൽ നിന്ന് എടുക്കുന്നത് 4:30-ക്കാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നടക്കാൻ ഇറങ്ങണം. നല്ല ക്ലൈമറ്റാണ്. പിന്നെ എനിക്ക് പാത്രം മുറന്ന സോപ്പൊക്കെ കഴിഞ്ഞതൊക്കെ വാങ്ങിക്കണം. ഒരു ജസ്റ്റ് കടയിലേക്ക് ഒന്ന് കയറി വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നടക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വല്ല സ്ഥലങ്ങളിലോട്ട് നടക്കാൻ പോകും. അറിയില്ല, ഒരു മൂഡ് പോലെ. അപ്പോൾ ഈ സാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ പറയൂ. പറയേ. ഇത് ടാറ്റ പറയും. നാനാ